സെയിന്റ് ആൻസ് സ്കൂളിലെ അധ്യാപികയും ആ ലേഡി ഓഫ് ഡോളേഴ്സ് എന്ന നാമധേയത്തിലുള്ള കണ്ണനല്ലൂരിലെ ലാസ അംഗവുമാണ്. സെയിന്റ് ആൻസ് സഭാ സ്ഥാപകർ കാർലോ ജൂലിയ ദമ്പതിമാർ. ഈ ദമ്പതിമാരെ അവരുടെ എന്ത് സവിശേഷത കൊണ്ടാണ്, അഥവാ ഇവരിലുള്ള എന്ത് പുണ്യപ്രവൃത്തി കൊണ്ടാണ് സെയിന്റ് ആൻഡ് സിസ്റ്റേഴ്സും ലാസ അംഗങ്ങളും മറ്റനേകരും അവരെ ഓർക്കുകയും അവരുടെ ദിനങ്ങൾ ആചരിക്കുകയും ചെയ്യുന്നത്? സെയിന്റ് ആൻസ് ലാസ യൂണിറ്റിലെ അംഗങ്ങളായ നാം പലപ്പോഴായി അവരെപ്പറ്റിയുള്ള ക്ലാസ്സുകൾ കേൾക്കുകയും പഠിക്കുകയും അവരുടെ പുണ്യപ്രവൃത്തികളെ ധ്യാനിക്കുകയും ചെയ്തിട്ടുണ്ട്. അവരെപ്പറ്റി അവരുടെ വിവാഹശേഷം അവർക്ക് ധാരാളം സംവത്സരങ്ങൾ കഴിഞ്ഞെങ്കിലും സന്താനഭാഗ്യം ലഭിച്ചിരുന്നില്ല. എന്നാൽ അവരുടെ ഈ ദുഃഖമൂകമായ ദിവസങ്ങളിൽ അവർ ദൈവത്തിൽ കൂടുതൽ ആശ്രയിച്ചുകൊണ്ട് പരസ്പര സ്നേഹത്തിലും ദൈവവിശ്വാസത്തിലും അവർ അടിയുറച്ചു പോകും. തന്മൂലം അവർ കൂടുതൽ വിശ്വസ്തരും ദൈവത്തിൽ സമർപ്പിതരും സമർപ്പണ ചൈതന്യമുള്ളവരുമായി അവർ അവരുടെ വെളിച്ചത്തിൽ ഏറി വന്നു. ധാരാളം സംവത്സരങ്ങൾ സന്താനഭാഗ്യമില്ലാതിരുന്ന ഇവർ ഏക മനസ്സോടുകൂടി അവരുടെ മനസ്സ്, അവരുടെ ഹൃദയം, അവരുടെ ജീവിതം അനേകം കുട്ടികൾക്കായി ഒഴിഞ്ഞുവെച്ചു. കഠിന ശൈത്യം മൂലം ടൂറിനിലെ തെരുവീഥികളെ വിറച്ച് മരവിച്ച ധാരാളം കുട്ടികളെ കാർലോ സ്വന്തം കൊട്ടാരത്തിലേക്ക് ആനയിച്ചു. കാർലോ ജൂലിയ ദമ്പതിമാരുടെ ആ കൊട്ടാരം അങ്ങനെ അനാഥ കുട്ടികൾക്കായി തുറന്നുകൊടുത്തു. കുട്ടികളുടെ വിദ്യാഭ്യാസവും അവരുടെ ഉന്നതിയും ഏറ്റവും അധികം പ്രാധാന്യം നൽകിയിരുന്ന കാർലോ കുട്ടികളുടെ ഭവനം അഥവാ കിൻഡർ ഗാർഡൻ സ്ഥാപിച്ചു. ഏറെ ചെറുപ്രായത്തിൽ തന്നെ കുട്ടികൾ മതപഠനം, ബൈബിൾ വായന, ബൈബിൾ കഥകൾ, പ്രാർത്ഥനകൾ തുടങ്ങിയവ കൂടാതെ മറ്റ് കളികൾ, വ്യായാമം, പഠനം ഇവയെല്ലാം അഭ്യസിപ്പിക്കണം. ഇതുവഴി കാർലോ ലക്ഷ്യമാക്കിയിരുന്നത് ചെറുപ്രായത്തിൽ തന്നെ കുട്ടികൾ ആധ്യാത്മികവും ധാർമ്മികവുമായ മൂല്യങ്ങൾ, അതായത് ദൈവത്തോടുള്ള ഭക്തി, ദൈവസ്നേഹം, മാതാപിതാക്കളോടുള്ള ബഹുമാനം, അനുസരണം, ദൈവഭയം, സത്യസന്ധത, ഈ ധാർമ്മിക മൂല്യങ്ങളൊക്കെ അവർ ചെറുപ്രായത്തിൽ തന്നെ അഭ്യസിപ്പിക്കപ്പെടണം എന്നതാണ്. കാർലോ ജൂലിയ ദമ്പതിമാരിലുള്ള ഈ പ്രേക്ഷിത ചൈതന്യം ഇന്നും തുടർന്നു കൊണ്ടുപോകുന്നതിൽ സെയിന്റ് ആൻസ് സഭ സന്യാസിനിമാർ ഉത്സുകരാണ്. വിദ്യാലയത്തിലും ലാസ യൂണിറ്റിലും ദേവാലയത്തിലും ഇടവകയിലുമുള്ള അവരുടെ പ്രവർത്തനങ്ങൾ എന്നും സ്തുത്യർഹവും പ്രചോദനാത്മകവുമാണ്. ദൈവസ്നേഹത്തെക്കുറിച്ച്, ദൈവഹിതത്തെക്കുറിച്ച് നാം തിരിച്ചറിയണമെങ്കിൽ നാം ഈ ലോകത്തിന് അനുരൂപരാകരുത്. മറിച്ച് മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടണം എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. അതെ, ഞാൻ ഈ ലാസയിൽ അംഗമായ അന്നു മുതൽ ധാരാളം ആത്മീയ പ്രചോദനം ലഭിക്കുന്ന ക്ലാസ്സുകളിൽ എനിക്ക് പങ്കെടുക്കുവാനായിട്ട് അനുഗ്രഹം ലഭിച്ചിട്ടുണ്ട്. ഒപ്പം സെയിന്റ് ആൻഡ് സിസ്റ്റേഴ്സുമായിട്ടുള്ള സ്നേഹ സൗഹൃദം എൻ്റെ ജീവിതത്തിൽ ഏറെ പ്രകാശം തരുന്നു. ഈ സഭ ലോകമെമ്പാടും പടർന്ന് പന്തലിച്ച് ധാരാളം കുട്ടികളെ അവരുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ വഴി ദൈവസ്നേഹത്തിലേക്ക് ആനയിക്കുവാനും ഈ സഭയിൽ ധാരാളം ഉത്സുകരായിട്ടുള്ള യുവതികളെ ദൈവം ഈ സഭയ്ക്ക് നൽകി സഭയെ സമ്പുഷ്ടമാക്കട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു.